അതേ അത്ഭുതം നോക്കൂ നിങ്ങൾ. താമസം മിനാ ഫനസല ജിബ്രീലു അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ നബി തങ്ങളുടെ അടുത്തേക്ക് അവതരിക്കുകയാണ്. വ അൻസല അലൈഹി ഖൗലഹു തആലാ. അള്ളാഹിന്റെ ഈ ആയത്താണ്ട് ഓതി കൊടുക്കുകയാണ്. ഏതായത്ത്? ഇനി പറയാൻ പോകുന്ന ആയത്ത്. ഈ ആയത്തതാ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പരിഹാരമായി കൊണ്ട് ഇറങ്ങുകയാണ്. എന്താണ് ആയത്ത്? ഇനി നമ്മൾ ശ്രദ്ധിക്കുക, അർത്ഥവും പറയാം, അതിൻ്റെ കൂടെ ആശയവും മനസ്സിലാക്കാം. വല്ലദീന യർമൂന അസ്വാജഹും, വല്ലദീന ഒരു കൂട്ടം ആളുകൾ, വല്ലദീന യർമൂന വ്യഭിചാരാരോപണം പറയുന്നവർ. മുമ്പ് പഠിച്ച പദം തന്നെയാണ് റമ, യർമി, യർമൂന. വല്ലദീന യർമൂന വ്യഭിചാരാരോപണം പറയുന്നവർ, അസ്വാജഹും അവരുടെ ഇണകളെക്കുറിച്ച്, തങ്ങളുടെ ഇണകളെക്കുറിച്ച് വ്യഭിചാരാരോപണം പറയുന്നവർ. വലം യകുല്ലഹും അവർക്കൊട്ടില്ലതാനും, വലം യകുല്ലഹും അവർക്കൊട്ടില്ലതാനും ശുഹദാ സാക്ഷികളായിട്ട് ആരുമില്ല. ഇല്ലാ അൻഫുസുഹും അവർ സ്വയം അല്ലാതെ, അവരുടെ സ്വദേഹങ്ങളല്ലാതെ ഇവർക്ക് സാക്ഷി പറയാനായിട്ട് ആരുമില്ല. സ്വന്തം കണ്ടതല്ലാത്ത മറ്റൊരാളെ കാണിക്കാനോ അല്ലെങ്കിൽ തെളിവ് ഹാജരാക്കുവാനോ പറ്റില്ല. ഭർത്താവാണ് കണ്ടത് ഭാര്യയെ, അതല്ലെങ്കിൽ ഭാര്യയാണ് കണ്ടത് ഭർത്താവിനെ. എന്തു ചെയ്യണം? അല്ലാഹു തആല പരിഹാരം ഇതായി ഇറക്കിയിരിക്കുകയാണ്. അവരാരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ? പെണ്ണ് ആരോപണം നിഷേധിക്കുകയും ചെയ്യുകയാണോ? എങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ഒരാൾ തന്നെ 4 സാക്ഷി അങ്ങ് പറയുക. ഒരാൾ തന്നെ 4 തവണ സാക്ഷി പറയലാണ്, സാക്ഷ്യം വഹിക്കലാണ്. 5ാമത്തെ തവണ വേറെയും വഹിക്കണം. എന്താണ് അതിൻ്റെ രീതി? ആ 4ഉം 1ഉം 5 തവണ എന്താ പറയേണ്ടത്? ഫശഹാദത്തു അഹദിഹിം, അപ്പോൾ അവരിൽ ഓരോരുത്തരുടെയും ഷഹാദത്ത് സാക്ഷ്യം, ഷഹാദത്ത് സാക്ഷ്യം. അഹദിഹിം അവരിൽ ഓരോരുത്തരുടെയും സാക്ഷ്യം എന്താണ്? അർബഉ ഷഹാദാത്തിൻ ബില്ലാഹ്, അല്ലാഹുവിൽ അവർ 4 തവണ സാക്ഷ്യം വഹിക്കലാണ്. എന്താണ് അവർ പറയേണ്ടത്? ഇന്നഹു ലമിനസ് സാദിഖീൻ, തീർച്ചയായും അവൻ സത്യം പറയുന്നവരിൽ പെട്ടവൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. അല്ലാഹുവിൽ സാക്ഷിയാക്കിക്കൊണ്ടതാ റബ്ബിനെ തന്നെ സത്യം, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് എന്നിങ്ങനെ 4 തവണ അയാൾ പറയണം. 4 തവണ അയാൾ സ്വന്തം സാക്ഷ്യം വഹിക്കണം. ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷിയാണ്, അല്ലാഹുവിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നത് സത്യമാണ് എന്നിങ്ങനെ 4 തവണ അയാൾ പറയണം. വൽ ഖാമിസത്തു, 5ാമത്തെ തവണ, 5ാമത്തെ തവണ അയാൾ എന്ത് പറയണം? അന്ന ലഅനത്തല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ ശാപം, റബ്ബിൻ്റെ ലഅനത്ത്, അലൈഹി തൻ്റെ മേലുണ്ടായിക്കോട്ടെ, ഇൻകാന മിനൽ കാദിബീൻ, അവൻ പറയുന്നത് കള്ളമാണെങ്കിൽ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എൻ്റെ പേരിൽ അല്ലാഹുവിൻ്റെ ശാപമുണ്ടായിക്കോട്ടെ എന്ന് 5ാമത്തെ തവണ അയാൾ പറയണം. ഇതോടുകൂടെ വിഷയം എന്തായി? ഇയാളിപ്പോ 4 തവണ സാക്ഷി പറഞ്ഞു. എന്ത്? ഞാൻ സത്യ പറയണത്, ഞാൻ സത്യമാണ് പറയുന്നത്, അള്ളാനെ തന്നെ സത്യമാണ്, ഞാൻ സത്യ പറയണത് നിങ്ങനെ അയാൾ പറഞ്ഞു. 5ാമത്തെ തവണ അയാൾ പറയണെന്ത്? കണ്ടോ, ഗുരുതരമായ വാക്കായി ഇനി പറയാൻ പോകുന്നു. ഇതുവരെ പറഞ്ഞ വാക്കല്ല. 5ാമത്തത് വളരെ ആലോചിച്ചേ പറയൂ. എന്താ 5ാമത്തത് പറയുന്നത്? അന്ന ലഅനത്തല്ലാഹി അലൈഹി, നിശ്ചയമായും അല്ലാഹുവിൻ്റെ ശാപം. എന്താ ലഅനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്നാണ് ആട്ടി ഓടിക്കലാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കലാണ് ലഅനത്തെന്ന് പറയുന്നത്. അത് എന്നിലുണ്ടായിക്കോട്ടെ, അത്രക്ക് അയാൾക്ക് ഉറപ്പായിട്ടാണ്. ഇൻകാന മിനൽ കാദിബീൻ, അയാൾ പറയുന്നത് കളവാണെങ്കിൽ അയാളുടെ മേൽ അല്ലാഹുവിൻ്റെ ശാപമുണ്ടായിക്കോട്ടെ എന്ന് 5ാമത്തെ തവണ അയാൾ പറയണം. അതോടുകൂടി അയാളുടെ ഭാഗം ക്ലിയറായി. അയാള് എന്ത് ചെയ്യും? അയാളിപ്പോ ശിക്ഷയൊന്നും ഒഴിവായി. ഇനിയിപ്പോ പെണ്ണിന്റെ ഭാഗമാണ്.
സ്ത്രീക്കാണ് ഇനിയിപ്പോൾ ശിക്ഷ കിട്ടണം, അവൾക്ക് ശിക്ഷ കിട്ടണം, കാരണം വ്യഭിചാരത്തിന്റെ ശിക്ഷ കിട്ടണം അവർക്ക്. അപ്പോൾ ഇനി അവളുടെ ശിക്ഷയിൽ നിന്ന് ഇനി അവൾക്ക് ഒഴിവാകണമെങ്കിൽ അതിനും നിയമമാണല്ലോ, നിയമം വേണമല്ലോ. ഇപ്പൊ അവൾക്ക് ശിക്ഷ കിട്ടാൻ അർഹയായിട്ടുണ്ട്. ഇനി അവൾ അതിൽ നിന്ന് ഒഴിവാകാൻ അവൾ ഉറച്ചു നിൽക്കുന്നില്ല, അവളത് സമ്മതിക്കുന്നില്ല, നിഷേധിക്കുകയാണ്. എങ്കിൽ അവൾ അതിൽ നിന്ന് ഒഴിവാകാൻ എന്താണ് മാർഗം? വയദ്റഉ അൻഹൽ അദാബ്. വയദ്റഉ, അവൾ ഒഴിവാകണം, അവൾക്കൊഴിവാകാവുന്നതാണ്. അൽ അദാബ, ശിക്ഷയിൽ നിന്ന് അവൾക്കൊഴിവാകാം. ദറഅ യദ്റഉ, ഒഴിവാകാം. വയദ്റഉ അൻഹാ, അവളിൽ നിന്ന് അവൾക്ക് പ്രതിരോധിക്കാം, അവൾക്ക് ഒഴിവാക്കാം. എന്തിനെ? അൽ അദാബ, ശിക്ഷയെ. അതെങ്ങനെയാ? അൻ തശ്ഹദ, അവളും സാക്ഷി പറയലാണ്. എത്ര സാക്ഷി? അർബഅ ശഹാദാത്തിൻ ബില്ലാഹ്, അല്ലാഹുവിൽ സാക്ഷി പറഞ്ഞുകൊണ്ട് 4 സാക്ഷിത്വം അവളും പറയണം. അവളും 4 വട്ടം പറയണം. എന്താ പറയേണ്ടത്? അവളെന്താ 4 വട്ടം പറയേണ്ടത്? ഇന്നഹു ലമിനൽ കാദിബീൻ, ഇയാള് പച്ച നുണയാണ് പറയുന്നത്, ഇയാള് കളവ് പറയുന്നവരിൽ പെട്ടവൻ തന്നെയാണ് എന്ന് 4 തവണ ആ പെണ്ണ് സാക്ഷി പറയണം. ആ പെണ്ണ് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ഇയാള് പറയുന്നത് കളവാണ്, അങ്ങനെ ചെയ്തിട്ടില്ല. ഇനിയുള്ള വാചകം ഗൗരവമാണ്. 5-ാം തവണ പറയുന്നത് വളരെ ആലോചിച്ച് പറയേണ്ടതാണ്. ആണ് പറഞ്ഞതുപോലെ തന്നെ ഇനി സ്ത്രീയും പറയണം. എന്താണ്? വൽ ഖാമിസത, 5-ാമത്തെ തവണ അവൾ എന്ത് പറയണം? അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനസ് സാദിഖീൻ. അന്ന ഗളബല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ കോപം. റബ്ബിന്റെ ശാപവും റബ്ബിന്റെ കോപം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായ സംഗതിയല്ല, ഒരു കാലത്തും ഇതിനെ രക്ഷപ്പെടാൻ കഴിയാത്ത സംഗതിയാണ്. അന്ന ഗളബല്ലാഹി അലൈഹാ, നിശ്ചയമായും അല്ലാഹുവിന്റെ കോപം അവളുടെ മേലുണ്ടായിക്കോട്ടെ, റബ്ബിന്റെ കോപം എൻ്റെ മേൽ ഇറങ്ങിക്കോട്ടെ. എങ്ങനെയാണെങ്കിൽ ഇൻ കാന മിനസ് സാദിഖീൻ, അയാൾ സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെങ്കിൽ എൻ്റെ മേൽ അള്ളാഹിന്റെ കോപം ഇറങ്ങിക്കോട്ടെ, എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിക്കോട്ടെ എന്നും പറയണം. ഈ പറയുന്ന രീതിയിൽ ഇപ്പം എന്താ നടക്കുന്നത്? പരസ്പരം ശപിച്ച് പിരിയാണ്.